എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ എൻ പ്രേമഗീതം. ആത്മീയ ചൈതന്യം പകരുന്ന ദൈവികമായ അനുഭവങ്ങൾ സ്വന്തമാക്കിയവരുടെ ദൈവവിളി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് റാന്നി പെരുന്നാട് ബദനി ആശ്രമാംഗം സിസ്റ്റർ ഹെലൻ SICയുടെ ദൈവവിളി അനുഭവങ്ങളാണ്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക് ആരാധന. എൻ്റെ പേര് സിസ്റ്റർ ഹെലൻ SIC. ഓർത്തഡോക്സ് സഭയിലെ റാന്നി പെരുന്നാട്ടിലെ ബദനി കോൺവെൻറ്റിലെ ഒരു സിസ്റ്ററാണ് ഞാൻ. മൊത്തത്തിൽ പേര് പറയുമ്പോൾ സിസ്റ്റർ ഹെലൻ SIC എന്ന് പറയും. ജനിച്ച നാട് പത്തനംതിട്ട ജില്ലയിലെ മൈലപ്രായിലാണ്. ഞങ്ങളുടെ വീട്ടുപേര് ഈട്ടി നിൽക്കുന്നതിൽ എന്ന് പറയും. ജോസഫിൻ്റെയും ശോശാമ്മയുടെയും 6 മക്കളിൽ രണ്ടാമത്തെ ആളാണ് ഞാൻ. ഞങ്ങൾ 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളും, അങ്ങനെ 6 മക്കളായിരുന്നു. അതിൽ രണ്ടാമത്തേത് ഞാൻ. ഞങ്ങളുടെ വിദ്യാഭ്യാസം അവിടെ അടുത്ത് നടന്നു പോകാവുന്ന സ്കൂളുകൾ, LP സ്കൂള്, UP സ്കൂള്, ഹൈസ്കൂള്, ട്രെയിനിങ് സ്കൂള് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ വിദ്യാഭ്യാസം ശരിയായി. അങ്ങനെ SSLC കഴിഞ്ഞു. പിന്നീട് TTCക്ക് സ്കൂളിൽ പ്രവേശിച്ചു. അങ്ങനെ ഞാൻ TTC കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ അധ്യാപികയാകുന്നത് സൺഡേ സ്കൂളിലാണ്. ഞങ്ങളുടെ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് മൈലപ്ര പള്ളി ആണ് ഞങ്ങളുടെ പള്ളി. ആ പള്ളിയിൽ എല്ലാ ആരാധനകളും അതുപോലെ സൺഡേ സ്കൂള് അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായി ചിട്ടയായി നടത്തുന്ന ഒരു പള്ളിയാണ്. എന്നാൽ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ആശ്രമമുണ്ട്, കുറിയാക്കോസ് ദയറ എന്ന് പറയും. അവിടെ ഒരു റമ്പാച്ചൻ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 3-4 മിനിറ്റ് ദൂരം നടന്നാൽ ഈ ദയറായിൽ ചെന്ന് സംബന്ധിക്കുന്നതിനും അവിടെ പ്രാർത്ഥനകൾക്കും നമസ്കാരങ്ങൾക്കും ഒക്കെ ധ്യാനത്തിൽ കൂടാനും ഒക്കെ ചെറുപ്പം മുതലേ ഉള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പള്ളി ആദ്യമായിട്ട് സൺഡേ സ്കൂളിൽ അധ്യാപികയായി. രണ്ടാമത് TTC കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കിട്ടുന്നതിന് ശ്രമിച്ചു. എന്നാൽ കോൺവെൻറ്റിലെ റാന്നി പെരുന്നാട് ബദനി കോൺവെൻറ്റിലെ സ്കൂളിൽ അധ്യാപികയായിട്ട് ഞാൻ പ്രവേശിച്ചു. അങ്ങനെ പ്രവേശിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന ആ സാഹചര്യത്തിൽ എനിക്ക് ഒരു പ്രാർത്ഥന, തമ്പുരാനെ, ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണം, നിൻ്റെ തിരുവിഷ്ടം മാത്രം എന്നിൽ നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് സന്യാസ ജീവിതത്തോട് വളരെയധികം താല്പര്യമുണ്ടാകുകയും വേറൊരു ചിന്തയിലേക്കോ ആവശ്യത്തിലേക്കോ ആഗ്രഹത്തിലേക്കോ പോകാതെ കോൺവെൻറ്റ് ജീവിതത്തിലേക്ക് ഞാൻ തീരുമാനമെടുക്കുകയും എൻ്റെ മാതാപിതാക്കളെ വിവരം അറിയിച്ചു. അവർക്ക് വളരെ വിഷമം തോന്നി, എങ്കിലും എന്നെ സന്തോഷത്തോടെ യാത്ര അയച്ചു. എന്നിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് സെലക്ഷൻ കിട്ടി. അധ്യാപികയായിട്ട് ഗവൺമെൻറ് സ്കൂളിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ അന്നത്തെ മദർ സുപ്പീരിയർ പറഞ്ഞു, ടീച്ചറെ, നീ ഒരു കാര്യം ചെയ്യുക, നിൻ്റെ സഹോദരങ്ങളൊക്കെ കോളേജിൽ പഠിക്കുകയാണ്, അതുകൊണ്ട് അവരെ വേണമെങ്കിൽ കുറച്ച് നാൾ സഹായിച്ചിട്ട് തിരിച്ചു പോരാം എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ എൻ്റെ സഹായം വ്യർത്ഥമാണ്, തമ്പുരാൻ സഹായിച്ചെങ്കിൽ മാത്രമേ സഹായം ഉണ്ടാകുകയുള്ളൂ എന്ന് ഞാൻ തീരുമാനമെടുത്തു. ഞാൻ കോൺവെൻറ്റിലേക്ക് പോയി. എൻ്റെ സഹോദരങ്ങളെല്ലാം അന്നത്തെ നല്ല ഫസ്റ്റ് ക്ലാസ്സുകളിലാണ് കോളേജിൽ നിന്ന് ബിരുദങ്ങൾ നേടിയെടുത്തത്. MTechഉം B.Edഉം M.Edഉം ഒക്കെ നേടിയെടുത്തു. അവർക്കെല്ലാം ഗവൺമെൻറ് ജോലി, സർക്കാർ ഉദ്യോഗസ്ഥരായി വിവിധ ജില്ലകളിൽ വർക്ക് ചെയ്യുകയും അവർ വിവാഹിതരാകുകയും ചെയ്തു. ഞാൻ കോൺവെൻറ്റിലെ അംഗമായി ചേർന്നു. അങ്ങനെ ഞങ്ങളുടെ
ഞാൻ അധ്യാപികയായിട്ട് സ്കൂളിൽ 34 വർഷം പഠിപ്പിച്ചു. അതിൻ്റെ വളരെയധികം സന്തോഷം നൽകുന്ന അനുഭവമായിരുന്നു. കുട്ടികളുമായിട്ട് ഇടപെടുക, പ്രാർത്ഥനയിലും കുഞ്ഞുങ്ങളെ അതുപോലെ നല്ല ഉപദേശങ്ങളിലും നിർദ്ദേശങ്ങളിലും സ്നേഹത്തിലും വാത്സല്യത്തിലും ഒക്കെ വളർത്തുവാനും സ്നേഹിക്കുവാനും കരുതുവാനും ഇന്നും ഞാൻ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ പഠിപ്പിച്ച എൻ്റെ വിദ്യാർത്ഥികൾ വളരെയധികം ബഹുമാനത്തോടും താല്പര്യത്തോടും ഇപ്പോഴും എന്നെ ഫോണിൽ വിളിക്കാറുമുണ്ട്. അങ്ങനെ അതിന് ശേഷം ഞാൻ ഇവിടോട്ടാണ് വരുന്നത്, തേവലക്കരയിലേക്ക്. 2001 ഇവിടെ തേവലക്കരയിൽ പുതിയ സംരംഭത്തിന് വേണ്ടി കോൺവെൻറ്റിൽ നിന്ന് ആരും തന്നെ തെക്കോട്ട് വരാൻ, ഞങ്ങൾക്ക് കോട്ടയത്തൊക്കെയാണ് ഹൗസുകളുള്ളത്, തെക്കോട്ട് വരാൻ ആരും തന്നെ ഉത്സാഹം കാണിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും പ്രായമല്ലേ, എന്നെ സമൂഹം വിടുമെങ്കിൽ ഞാൻ പോയാൽ മതിയെങ്കിൽ. അങ്ങനെ ഉള്ള ഒരു തീരുമാനത്തിൽ സമൂഹം എന്നെ ഇവിടേക്ക് അയച്ചു. എൻ്റെ കൂടെ സിസ്റ്റർ നിസി, ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ വന്ന് താമസിച്ചു. ഇവിടെ താമസിച്ച് ആ ബിൽഡിംഗ് എല്ലാം ശരിയാക്കി ഞങ്ങൾ അതിൻ്റെ കുദാശയൊക്കെ അച്ഛന്മാരെ വിളിച്ച് നടത്തി ഇങ്ങനെ താമസിച്ചു കൊണ്ടുവന്നിരുന്നപ്പോൾ ഇവിടെ പുതിയൊരു സംരംഭം തുടങ്ങണം അങ്ങനെ എന്ന് തീരുമാനിച്ചാണ് ഈ ബഥാന്യ ഭവന് ഉള്ള സംരംഭം ഉണ്ടാകുകയും അതിനുവേണ്ടി രൂപകൽപ്പന ചെയ്യുകയും ആ ബിൽഡിങ്ങിൽ പണിയുന്നതിന് വേണ്ടി കണ്ടെത്താൻ വേണ്ടി വീണ്ടും ഞാൻ കോൺവെൻറ്റിലേക്ക് പോവുകയും അതിന് പകരം സിസ്റ്റർ മോണിക്ക ഇവിടെ വന്ന് താമസിക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടെ താമസിച്ച് ഈ ബിൽഡിങ്ങിൻ്റെ എല്ലാം പണി പൂർത്തിയായി. ഇത് 2007 ഇത് കുദാശ ചെയ്തു. ഒരു കുട്ടിയുമായിട്ട് ഇത് വിപുലമായ രീതിയിൽ പ്രതിപക്ഷ നേതാവും കേരള ഡെപ്യൂട്ടി സ്പീക്കറും കൊല്ലത്തെ ബിഷപ്പും നാട്ടുകാരും പള്ളിയും വീടും നാട്ടുകാരും എല്ലാവരും കൂടെ വലിയൊരു ഉത്സവം പോലെ 2007 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. പിന്നീട് എനിക്ക് കോൺവെൻറ്റിലേക്ക് ഇതിൻ്റെ ചുമതലയേക്കത്തക്കണക്ക് 8 വർഷം കോൺവെൻറ്റിലെ സുപ്പീരിയറായി ചുമതലയേറ്റു. അതിനുശേഷം പിന്നീട് ഞാൻ 3 വർഷം കോട്ടയത്ത് ഞങ്ങളുടെ ഒരു വൃദ്ധസദനത്തിൽ ഞാൻ വർക്ക് ചെയ്തു. അവിടെ എല്ലാ സ്ഥലത്തും എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനുള്ള ചാപ്പലും ഏകാന്തതയും ശാന്തതയും ഒക്കെ കിട്ടും. കാരണം ഞങ്ങളുടെ ദൈവവിളി അനുസരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന ഒന്നിനും മുടക്കം വരാതെ, ഇന്നും ദൈവകൃപയാൽ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കാൻ ദൈവം തമ്പുരാൻ കരുണ ചെയ്യുന്നുണ്ട്. അതുപോലെ പള്ളികളിൽ കുർബാനയ്ക്ക് ഇവിടെ തൊട്ടടുത്ത് ചാപ്പലുണ്ടായിരുന്നു. ഈ ഇടവകപ്പള്ളിയിൽ കുർബാനയ്ക്ക് പോകാൻ സൗകര്യമുണ്ട്. അന്ന് ഞങ്ങൾ വന്ന കാലത്ത് നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ കാറും അതുപോലെ ഓടിക്കുന്ന സിസ്റ്ററുമുണ്ട്. ഞങ്ങൾ പള്ളിയിൽ സംബന്ധിക്കുന്നുണ്ട്. ഇവിടെ വല്ലപ്പോഴുമൊക്കെ ഉള്ളൂ ഇവിടെ ഒരു കുർബാനയ്ക്കുള്ള സൗകര്യം. ശുശ്രൂഷക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഓരോരുത്തർ നേർച്ചയായിട്ടും അച്ഛന്മാരും വന്നിവിടെ കുർബാന വല്ലപ്പോഴും ഒക്കെ ചൊല്ലാറുണ്ട്. എന്നാലും ഞങ്ങൾ മെയിനായിട്ട് പോകുന്നത് ഇടവകപ്പള്ളി, ഇവിടെ 6 പള്ളിയിലാണ് പോകുന്നത്. എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ മഹാകരുണ രുചിച്ചറിയുവാൻ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ, അവൻ്റെ തിരുസാന്നിധ്യം മനസ്സിലാക്കുവാൻ, നന്മയുടെ ഐശ്വര്യത്തിൻ്റെ മക്കളായി തീരുവാൻ, ദൈവത്തിൻ്റെ തിരിഷ്ടം തിരിച്ചറിഞ്ഞ് എന്നാളും നന്ദിയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വാർദ്ധക്യത്തിലും ഈ പ്രായമായിരിക്കുന്ന സാഹചര്യത്തിലും ദൈവത്തിൻ്റെ അനന്ത നന്മ ഞങ്ങളെ നിറപടിയായിട്ട് അനുഗ്രഹിക്കുന്നു. അതിന് എത്ര നന്ദി പറഞ്ഞാലും അധികപ്പറ്റാകുകയില്ല. ഇന്നും ഇവിടെ ഞങ്ങൾക്ക് ദൈവികമായ ഒരു സമാധാനം അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ദൈവം തമ്പുരാൻ തന്നിരിക്കുകയാണ്. കാരണം വേദനകളും പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും കൈപ്പേറിയ അനുഭവങ്ങളും ഒക്കെ വന്നാലും അതിനെ അതിജീവിക്കുന്ന വലിയ കരുത്തേറിയ ഒരു ശക്തി ഞങ്ങളെ ഭരിക്കുന്നുണ്ട്. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടാതെ. ചിലപ്പോൾ വിഷമങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ എന്നാലും അതിനെ അതിജീവിക്കുന്ന ദിവ്യ സമാധാനം ഞങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടാതെ. ചില സമയത്ത് ബാങ്കിൽ ചെന്ന് പൈസ എടുക്കും, 10-25 ആകുമ്പോൾ എടുക്കും. അന്നേരം പിന്നെ സാലറി കൊടുക്കാൻ ഒരു ആശുപത്രി പോക്ക് വന്നാൽ കയ്യിലിരിക്കുന്ന രൂപ മൊത്തം ചിലവായാലും തികയാതെ വരും. അന്നേരം എവിടുന്നെങ്കിലും 2 ദൈവദൂതന്മാർ കടന്നു വന്ന് ഞങ്ങളെ പോഷിപ്പിക്കാറുണ്ട്. ഇവിടുത്തെ നാട്ടുകാരുടെ സഹായമുണ്ട്. അത് ദൈവം തമ്പുരാൻ അവരെ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു തരുന്ന ദൈവദൂതന്മാരാണ് ഈ നാട്ടിലുള്ളതെല്ലാവരും. ജാതി മത ഭേദമന്യേ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ഇന്ന് 56 കുഞ്ഞുങ്ങളുണ്ട്. പത്തനംതിട്ട മൈലപ്ര ഈട്ടി നിൽക്കുന്നതിൽ
ജോസഫ് ശോശാമ്മ ദമ്പതികളുടെ മകളായി ജനനം. മൈലപ്ര SH ഹൈസ്കൂളിൽ നിന്നും SSLCയും തുടർന്ന് TTCയും പാസ്സായി. മാതൃ ഇടവകയായ മൈലപ്ര സെയിൻറ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നിന്നും ലഭിച്ച ആത്മീയ ശിക്ഷണം സന്യസ്ത ജീവിതം തിരഞ്ഞെടുക്കുവാനുള്ള പ്രചോദനമായി മാറി. നമ്മൾ ചേരുമ്പോൾ തൊട്ട് തന്നെ സന്യാസ ജീവിതം കംപ്ലീറ്റ് തന്നെയുണ്ട്. അവിടെ മൗനവ്രതമുണ്ട്, ധ്യാനമുണ്ട്, പിന്നെ ആഴ്ചയിലൊരിക്കൽ മൗനമുണ്ട്, പിന്നെ കുർബാന 2-3 ദിവസമുണ്ട്. അതിൻ്റെ എല്ലാ സിസ്റ്റവും അതാതിൻ്റെ സമയത്ത് കൃത്യമായിട്ട് ആചരിക്കാനുള്ള അവസരം ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് 7 നമസ്കാരമാണ് ഉള്ളത്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞാൽ, സന്ധ്യ കഴിഞ്ഞാൽ, ശയന നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സംസാരിക്കരുതെന്നാണ് നിയമം. ഇപ്പോഴും ദൈവം തമ്പുരാൻ്റെ കൃപ കൊണ്ട് അതങ്ങനെ തന്നെ കാത്തു പരിപാലിക്കാൻ പറ്റുന്നു. കുർബാനയ്ക്ക് ശേഷം വർത്തമാനം പറയരുത്. കുർബാന കഴിഞ്ഞ് ഒക്കെ സംസാരിക്കാൻ ഞങ്ങൾക്ക് അനുവാദമുള്ളൂ. ഞങ്ങൾ താമസിക്കുന്ന മുറിക്ക് തൗന എന്നാണ് പറയുന്നത്. അവിടെ ഒരാൾക്ക് ഒരു മുറിയും അതിന് അറ്റാച്ച്ഡ് ഒരു ബാത്റൂമും കാണും. അപ്പോൾ ആ മുറിയിൽ മനുഷ്യർ സംസാരിക്കത്തില്ല, ഒരിക്കൽ പോലും സംസാരിക്കാതെ. ആരെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ വരാന്തേ വന്ന് വാതുക്ക മുട്ടുമ്പോൾ വെളിയിലിറങ്ങി പതിഞ്ഞ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ താമസിക്കുന്ന മുറിയിൽ മനുഷ്യ ശബ്ദം കേൾക്കരുത്. സന്യാസിയും കർത്താവും കൂടി താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ മനുഷ്യ സ്വരം കേൾക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അതുപോലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഞങ്ങൾ സംസാരിക്കത്തില്ല. കാരണം ഭക്ഷണമേശയിൽ ഭക്ഷണം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഒരു നല്ല പുസ്തകം വായിച്ചുകൊണ്ടേയിരിക്കും. ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഈ വായന നിർത്തുന്നത്. അപ്പോൾ അന്നേരവും നമ്മൾ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം. പിന്നെ ഞങ്ങളുടെ ധ്യാനങ്ങളുണ്ട്. ആ ധ്യാനങ്ങളൊക്കെ പ്രത്യേക വലിയ കൺവെൻഷൻ പ്രസംഗത്തിന് ഞങ്ങളാരും പോകാറില്ല. പക്ഷെങ്കിൽ ഞങ്ങളധികവും ധ്യാനത്തിനാണ്. ബൈബിൾ വായിച്ചിട്ട് അത് മനനം ചെയ്യുന്ന അനുഭവം. അതിൻ്റെ നല്ല ഗുരുക്കന്മാരും നല്ല കഴിവുള്ള സിസ്റ്റേഴ്സുമൊക്കെ ആ ഭാഗത്തെ അടിസ്ഥാനമാക്കി നല്ല നല്ല ധ്യാനങ്ങൾ എടുക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് അങ്ങനെ ധ്യാനം മറ്റുള്ളവരുടെ കേട്ടില്ലെങ്കിൽ തന്നെ വേദപുസ്തകം വായിച്ച് മനനം ചെയ്യാനുള്ള ദൈവകൃപ ഉണ്ട്. അത് മുടങ്ങാതെ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇന്നും ഈ വയസ്സാം കാലത്തും ദൈവം പ്രവർത്തിക്കാനുള്ള ഒരു ശക്തി പകർന്നു തരുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതെൻ്റെ മിടുക്കല്ല, എൻ്റെ സാമർഥ്യമല്ല. പക്ഷെങ്കിൽ ദൈവം തമ്പുരാൻ ശക്തി തന്നാൽ മാത്രമേ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓടുകയുള്ളൂ. ഓരോ ദിവസവും ദൈവത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവം അനുവദിക്കുന്ന ജോലികൾ കൃത്യമായിട്ട് നിഷ്ഠയോടും കൂടി ചെയ്യാൻ തമ്പുരാൻ കനിഞ്ഞ് അനുഗ്രഹിക്കുന്നു. അതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്നുണ്ട്. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. 34 വർഷത്തെ അധ്യാപക ജീവിതം പൂർത്തിയാക്കി ഇപ്പോൾ റാന്നി പെരുന്നാട് ബദനി ആശ്രമത്തിന് കീഴിൽ കൊല്ലം തേവലക്കരയിൽ പ്രവർത്തിച്ചു വരുന്ന സിസ്റ്റർ സൂസന മെമ്മോറിയൽ ഹോം ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് വുമൺ ബഥാനിയ ഭവൻ്റെ ഡയറക്ടറായി ശുശ്രൂഷ ചെയ്തു വരികയാണ് സിസ്റ്റർ ഹെലൻ SIC. ആത്മീയ പാരമ്പര്യം ഏറെയുള്ള മൈലപ്ര ഈട്ടി നിൽക്കുന്നതിൽ കുടുംബത്തിൽ നിന്നും സന്യസ്ത ജീവിതം തിരഞ്ഞെടുത്ത സിസ്റ്റർ ഹെലൻ SICയുടെ ജീവിതം അനേകർക്ക് മാതൃകയും പ്രചോദനവുമാണ്. ആരാധന ആരാധന ആരാധന. എൻ്റെ അപ്പൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. എന്നാൽ ചെറിയൊരു ബിസിനസ് കൂടി ഉണ്ടായിരുന്നു. ചെറിയൊരു തുണിക്കടയൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 6 മക്കളാണ്. മൂത്തത് 3 പെൺമക്കളാണ്. പക്ഷെങ്കിൽ അമ്മയും അപ്പനും കൂടെ ഒത്ത് അധ്വാനിച്ച മിതത്വമുള്ള ജീവിതശൈലിയായിരുന്നു. കാരണം തെങ്ങയിലെ തേങ്ങ പറിച്ചിട്ടാൽ അത് ആട്ടിയെടുത്തതിൻ്റെ ബാക്കി ഒരുമിച്ചിട്ട് വിലയുള്ള സമയത്ത് വിൽക്കും. കുരുമുളകാണെങ്കിൽ ഉണങ്ങി ഏറ്റവും കൂടുതൽ വിലയുള്ള സമയത്ത് മാത്രമേ കുരുമുളക് വയ്ക്കുകയുള്ളൂ. കാരണം കുഞ്ഞുങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസത്തിന് കോളേജിൽ ഫീസ് അടയ്ക്കുന്നതിന് വേണ്ടി ഒക്കെ നല്ല ശ്രദ്ധയോടെ
ചെയ്യും. അതുപോലെ ഭക്ഷണ സാധനമാണെങ്കിലും നല്ലതുപോലെ പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യുമായിരുന്നു. അതുപോലെ കന്നുകാലി എന്നും പശുക്കറവയുള്ള വീടായിരുന്നു. ഒരിക്കൽ പോലും വാങ്ങിച്ച പാൽ ഉപയോഗിച്ചിട്ടില്ല. പശുക്കറവ വറ്റുന്ന ദിവസം ആ പശുവിൻ്റെ കിടാവിനെ വിറ്റിട്ട് കറക്കുന്ന ഒരു ആടിനെ വാങ്ങിച്ചുകൊണ്ട് വരും. ആ പശു പ്രസവിക്കുന്ന ദിവസം ഈ ആടിനെയും കുട്ടിയും കൊണ്ട് വിൽക്കും. അങ്ങനെ കൂടുതൽ കന്നുകാലികളെ വളർത്തിയാൽ ഭാര്യയ്ക്കും മക്കൾക്കും ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് ഒരെണ്ണത്തിനെ മാത്രമേ വളർത്താറുള്ളൂ എന്നും പാല് ഉപയോഗിക്കാവുന്ന ഒരു വീടായിരുന്നു. അതുപോലെ പച്ചക്കറികൾ കൃഷി സാധനങ്ങളെല്ലാം വിൽക്കുമായിരുന്നു. ഒരുപാട് കൃഷി സാധനങ്ങൾ വിഭവസമൃദ്ധമായിട്ടുണ്ടാക്കി ഇഷ്ടം പോലെ ഉണങ്ങിയതും പച്ചയും വിത്തിനും എല്ലാ സാധനങ്ങളും കൃഷി ചെയ്ത് അന്ന് വലിയ കൂലിയില്ല, 1.25 രൂപയൊക്കെ ഉള്ളായിരുന്നു ഒരു തച്ചിന്. അവർ നല്ലപോലെ പണിയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ നല്ലപോലെ കൃഷി ചെയ്യുകയും പണം സമ്പാദിക്കുകയും കുഞ്ഞുങ്ങളെ എല്ലാം പഠിപ്പിച്ചു. എല്ലാവരും തന്നെ ഗസറ്റഡ് ഓഫീസറായിട്ടും ഹെഡ് മാസ്റ്ററായിട്ടും AEO ആയിട്ടും ഒക്കെയാണ് പെൻഷനായത്. സീനിയർ സൂപ്രണ്ടായിട്ടാണ് എൻ്റെ ജ്യേഷ്ഠത്തെ 4 തസ്തിക വീണ്ടും പ്രൊമോഷൻ കിട്ടിയാണ് പെൻഷനാകുന്നത്. ദൈവം തമ്പുരാൻ ഒരു ബ്രദർ മാത്രം മരിച്ചുപോയി. ബാക്കി എല്ലാവരും കൈനിറച്ച് പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ പെൻഷൻ 72 അതിൽ കൂടുതൽ പെൻഷൻ വാങ്ങിച്ചാണ് ഓരോ സഹോദരങ്ങളും അതാത് ജില്ലകളിൽ ആദ്യം സീനിയോറിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ ജോലി കിട്ടിയ സ്ഥലത്ത് അവിടെ തന്നെ അങ്ങ് സെറ്റിലായി. അങ്ങനെ അവരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, കൊച്ചുമക്കൾ എല്ലാം അധ്യാപകരായിരുന്നു. എല്ലാവരും തന്നെ അങ്ങനെയാണ്. വീട്ടിലെ സഹോദരങ്ങളെല്ലാം തന്നെ അധ്യാപകരായിരുന്നു. ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന ആൾ. നല്ല 21 സർക്കാർ ജോലി കിട്ടിയത് കാരണം വളരെ പ്രൊമോഷൻ കിട്ടിയാണ് പെൻഷനായത്. പിന്നെ അവരുടെ മക്കളെല്ലാവരും അതാത് സ്ഥലത്ത് സെറ്റിലായി. ഇപ്പോൾ അധ്യാപകരുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ഒക്കെയാണ്. മക്കളുണ്ട്, അച്ഛന്മാരുണ്ട്. കൊച്ചുമക്കളിലൊരച്ഛനുണ്ട്, മരുമോൻ അച്ഛനുണ്ട്, സഹോദരി പുത്രൻ തിരുമേനിയുണ്ട്. ഇങ്ങനെ സമൂഹത്തിൽ ദൈവത്തിൻ്റെ മഹാകരുണയാൽ നന്മയോടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ജീവിതത്തിൻ്റെ പക്വതയിൽ, സുതാര്യതയിൽ ദൈവം തമ്പുരാൻ നിറപടിയായിട്ട് നടത്തുന്നുണ്ട്. അതിന് നിന്നും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നുണ്ട്. മാതാവ് നേരത്തെ മരിച്ചു. അതിനുശേഷം 11 കൊല്ലം കൂടെ എൻ്റെ പിതാവ് ജീവിച്ചിരുന്നു. അന്നേരം ഒരു മോന് ജോലിക്ക് കയറി, ഒരു മോൻ B.Ed പഠിക്കുന്നു, ഒരുത്തൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തിലാണ് അമ്മ മരിക്കുന്നത്. പക്ഷെങ്കിൽ അപ്പൻ ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ട് വന്നു കാണും ഉണ്ടാക്കാൻ. മക്കളാരും വീട്ടിലില്ലാതെ വന്നപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു സഹോദരനാണ് സഹായിച്ചത്. അവനും അധ്യാപകനായി, അവൻ AEO ആയിട്ടാണ് പെൻഷനായത്. അങ്ങനെ അപ്പൻ വീണ്ടും 11 കൊല്ലം കൂടെ ജീവിച്ചതിന് ശേഷമാണ് മരിക്കുന്നത്. മക്കളുടെ എല്ലാവരുടെയും വിവാഹങ്ങളും അവരുടെ എല്ലാം ഉദ്യോഗങ്ങളും അതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം കണ്ടതിന് ശേഷമാണ് പിതാവ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാനല്ലാതെ ഒന്നുമില്ല. ഇന്നും എല്ലാ ദിവസവും സർവശക്തനായ ദൈവത്തിന് പരാതികളല്ല, പരിമിതികളുമല്ല, ദൈവത്തിന് നന്ദി പറയുക എന്നുള്ള ഒരു കാര്യം മാത്രമേ എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളൂ. ഇന്നിവിടെ ആയിരിക്കുന്ന സമയത്തും ജോലി കൂടുതലും അധ്വാനം കൂടുതലും ഒക്കെയുണ്ട്. പക്ഷേ എന്നാലും അതിനുള്ള ശക്തിയും ദൈവം തമ്പുരാൻ ഉള്ള കൃപ ചൊരിഞ്ഞു തരുന്നുണ്ട്. അത് നന്ദിയോടെ സ്മരിക്കുന്നു. അതുകൊണ്ട് ദൈവം എപ്പോൾ വിളിച്ചാലും പോകത്തക്കവണ്ണം ഒരു ഒരുക്കത്തോടു കൂടി സർവശക്തനെ കാത്തിരിക്കുന്ന ഒരനുഭവം ഉണ്ടാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെയും എത്ര തന്നാലും മനസ്സിൽ തൃപ്തിയാകാത്ത ഒരു മനസ്സാണ് മനുഷ്യ മനസ്സ്. പക്ഷേ അങ്ങനെയല്ല, ദൈവം ചൊരിഞ്ഞു തന്നത് നിറപടിയായിട്ട് അനുഭവിച്ചു, അനുഗ്രഹിച്ചു. നന്ദി, ദൈവത്തിന് നന്ദി. നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല. ദീർഘവർഷങ്ങളുടെ സന്യസ്ത ജീവിതത്തിന്റെ പൂർണ്ണതയിൽ ദൈവികമായ നിരന്തരമായ അനുഭവങ്ങളുടെ പിൻബലത്തിൽ സമൂഹത്തിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം സഹോദരങ്ങളുടെ ശുശ്രൂഷകളും ഏറ്റെടുത്തുകൊണ്ട് ബഥാന്യ ഭവന്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് സിസ്റ്റർ ഹെലൻ SIC തൻ്റെ ജീവിതം തുടരുകയാണ്. ക്രിസ്തുവിനു വേണ്ടി,
എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകൻ UK ഇപ്പോഴത്തെ തിരുമേനിയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ എബ്രഹാം മാർ സ്തെഫാനോസ് തിരുമേനി ആണ് ജ്യേഷ്ഠത്തിയുടെ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ നേരെ മൂത്തയാളിൻ്റെ മകനാണ്. അതുപോലെ തിരുമേനിയുടെ പെങ്ങൾക്ക് ഭർത്താവും ഒരച്ഛനാണ്. അതുപോലെ പെങ്ങളുടെ മകനും ഒരു അച്ഛനാണ്. എനിക്ക് ദൈവത്തിന് നന്ദി പറയാനല്ലാതെ ബാക്കി ഒന്നുമില്ല. കാരണം എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി, അതുപോലെ ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാർക്ക് വേണ്ടി, ആശ്രമത്തിന് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി, ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരന്തരീക്ഷം ഈ സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ വേദപുസ്തകം വായിക്കുകയും ജോലി ചെയ്ത സമയം ഒഴികെ ബാക്കിയുള്ള സമയം പാഴാക്കി കളയാതെ, ഒരു സമയം പോലും പാഴാക്കി കളയത്തില്ല. കാരണം സമയത്തിൻ്റെ വില മനസ്സിലാക്കി. പിന്നൊരിക്കലും കിട്ടാത്ത കാര്യമാണ് സമയം. അതുകൊണ്ട് പ്രാർത്ഥിക്കാനും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, അതുപോലെ പ്രാർത്ഥനയുടെ ഒരു ആത്മാവിനെ കാത്തു പരിപാലിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അവരുടെ എല്ലാ മേഖലകളിലും തമ്പുരാൻ്റെ കൈയും കരങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും കൃപയും കാവലും കോട്ടയും സഹോദരങ്ങൾക്കും സമൂഹത്തിനും അതുപോലെ എല്ലാ പ്രവർത്തന മേഖലകൾക്കും ഉണ്ടാകണമേ എന്ന ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന നമ്മുടെ ഈ ആയുസ്സ് നന്മയുടെ, ഐശ്വര്യത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു സമയമായി കഴിയണമേ. അതിന് ദൈവം തമ്പുരാൻ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ. കൊല്ലം തേവലക്കര സിസ്റ്റർ സൂസന മെമ്മോറിയൽ ഹോം ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ബഥാനിയ ഭവൻ ഡയറക്ടർ സിസ്റ്റർ ഹെലൻ SICയുടെ ദൈവവിളി അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ആരാധന